ഹായ് ഓൾ, നമ്മളുടെ FY UGP സിലബസ് പ്രകാരം കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് പോകുന്ന സമയത്തും അതുപോലെ തന്നെ ലാബ് വർക്ക് ചെയ്യുന്ന സമയത്തും ഒരു ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് LMSലൂടെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു കോഴ്സ് പേജ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കോഴ്സ് പേജിൽ ഞാനൊരു പുതിയ ലോഗ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു ഓൾറെഡി ഇവിടെ ഒരു ലോഗ് ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറൊരു ലോഗ് ബുക്ക് കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ടെസ്റ്റിങ്ങിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് ഒരു ലോഗ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ ലോഗ് ബുക്കിൻ്റെ പേര് അവിടെ കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡയറി. അപ്പോൾ ഡയറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വർക്ക്, നമ്മൾ എത്ര ദിവസത്തേക്കാണ് കുട്ടികളെ ഇൻറ്റേൺഷിപ്പിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു 2 ആഴ്ച അല്ല ഒരു മാസത്തേക്കുള്ള ഇൻറ്റേൺഷിപ്പാണ് കുട്ടികളെ നമ്മൾ വിടുന്നതെങ്കിൽ ഏതാണ് സ്റ്റാർട്ടിംഗ് ഡേയ്സ്, ഏതാണ് എൻഡിങ് ഡേയ്സ്, അത് നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ട് അത്രയും ദിവസത്തെ ഒരു ഡയറി കുട്ടികളുടെ അടുത്ത് കീപ്പ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികൾ അന്നത്തെ ദിവസം വർക്ക് ചെയ്തിട്ട് ഓരോ ദിവസവും വൈകുന്നേരം ഈ ലോഗ് ബുക്കിലേക്ക് അവർ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഈ ഡയറിയിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ലോഗ് ബുക്ക് ഫ്രം, ഞാനിപ്പോൾ കൊടുക്കുന്നത് 6/11/2025 ടു 14/11/2025 ഈ ഡേറ്റിൻ്റെ ഉള്ളിലുള്ള ലോഗ് ബുക്കാണ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അവിടെ ഡീറ്റെയിൽസ്. അപ്പോൾ കുട്ടികളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, റെക്കോർഡ് യുവർ ഡെയിലി ആക്ടിവിറ്റീസ്, ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് അവിടെ നമുക്ക് കുട്ടികളുടെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ദെൻ അതേപോലെ തന്നെ ഏത് ദിവസം മുതലാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇനേബിൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ November 7 മുതൽ. ഇനി നമുക്ക് 6 മുതലാണ് വേണ്ടതെങ്കിൽ 6 മുതൽ കൊടുക്കുക. അതേപോലെ തന്നെ 6 മുതൽ കൊടുക്കുമ്പം ഇവിടെ ടൈം ഓപ്പൺ ചെയ്യണത്, ഓപ്പൺ ചെയ്തത് ഒരു 3 മണി മുതൽ കൊടുക്കുക. വൈകുന്നേരം 3 മണി മുതൽ ടൈം അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 11:15 വരെ ഒരു സമയം കൊടുത്തു. അപ്പം എഡിറ്റ് ഓൾ എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എൻട്രീസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എഡിറ്റ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എഡിറ്റ് എൻട്രീസിൻ്റെ അവിടെ ഡേറ്റ് എൻട്രി നോ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം കുട്ടികൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ റെക്കോർഡിക്കലി കാണിക്കും, അല്ലെങ്കിൽ അത് കാണിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ലോഗ് ബുക്കിൻ്റെ കളറ് കാര്യങ്ങളൊക്കെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്ക് കാര്യമായിട്ട് വേണ്ട. ജസ്റ്റ് എന്ത് ചെയ്തു, സേവ് ആൻഡ് റിട്ടേൺ ടു ദ കോഴ്സ് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്കവിടെ ലോഗ് ബുക്ക് ക്രിയേറ്റ് ആയി. ഇനി ഞാൻ സ്റ്റുഡൻറ്റ് പേജിൽ നിന്ന് കയറുകയാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് പേജിൽ നിന്ന് കയറുന്ന സമയത്ത് ഇങ്ങനെയാണ് എൻ്റെ പേജിൽ എനിക്ക് കാണാൻ വേണ്ടി പറ്റുക. അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇങ്ങനൊരു പേജാണ് ഷോ ചെയ്ത് വന്നത്. അവിടെ ഞാൻ സ്റ്റാർട്ട് ന്യൂ ഓർ എഡിറ്റ് ടുഡേയ്സ് എൻട്രി. ഓക്കെ, ഇവിടെ ടൈറ്റിൽ നമ്മൾ ഏത് ദിവസത്തെയാണ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ കോഴ്സ് പേജിൻ്റെ ക്രിയേഷൻ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കൊടുക്കുന്നത് യൂസർ മൊഡ്യൂൾ ക്രിയേഷനാണ് ഇന്ന് ചെയ്ത ആക്ടിവിറ്റി. ഓക്കെ,
അവിടെ ഞാൻ യൂസർ മോഡ്യൂൾ ക്രിയേഷനിൽ അതിൻ്റെ ഫോം ഡിസൈൻ ചെയ്തു. ദെൻ അതേപോലെ തന്നെ അതിൻ്റെ കോഡിങ് ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്തു. ഇതാണ് ഞാനിന്ന് ചെയ്ത വർക്ക്. അപ്പോൾ ഓരോ കുട്ടിയും അവർ ചെയ്ത വർക്ക് എന്താണെന്നുള്ളത് അവിടെ എൻ്റർ ചെയ്യാം. എന്നിട്ട് അവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ കുട്ടി ചെയ്ത ആക്ഷൻ ഇവിടെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ റെക്കോർഡിക്കലി ചെയ്തു വരും. ദെൻ ഇവിടെ നമുക്കൊരു ഡൗൺലോഡ് ബട്ടൺ കാണാം. ഈ ഡൗൺലോഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റി എന്ത് ചെയ്യും, CSV ഫയലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതിന് ശേഷം അവിടെ ഫിൽറ്റർ ചെയ്തിട്ട് ഏതൊക്കെ കുട്ടികളാണ് സബ്മിറ്റ് ചെയ്യാത്തത് എന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഇപ്പോൾ സാധാരണയായിട്ട് ഇത് നമുക്ക് ലോഗ് ബുക്കിൻ്റെ കേസിലാണ് യൂസ്ഫുൾ ആവുക.